നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഈ വലുപ്പത്തിലുള്ള ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ 4 വരെ എടുക്കാം. അതുപോലെ തന്നെ 3-4 ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പപ്പായ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. തൊലിയൊക്കെ മാറ്റിയിട്ട് ഗ്രേറ്റ് ചെയ്താണ് നമ്മൾ തോരനുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഗ്രേറ്റ് ചെയ്തെടുക്കുക, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ പപ്പായ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറുകെ 2-3 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തോരൻ ഉണ്ടാക്കി തുടങ്ങാം. ഇത് അരച്ചിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അരച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ അരയ്ക്കാതെ കേട്ടോ ഈ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ക്യാബേജ് തോരൻ പോലെ തന്നെ നമുക്ക് എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ പപ്പായ തോരനും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പായക്ക് ഒരുപാട് കുക്കിംഗ് ടൈമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക്, ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 വറ്റൽമുളകാണ്. വറ്റൽമുളകിൻ്റെ എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നത് 3 എണ്ണമാണ്. പിന്നെ ഉഴുന്നിൻ്റെ ടേസ്റ്റൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പായാലും കുഴപ്പമില്ല, ഉഴുന്ന് ബോളായാലും കുഴപ്പമില്ല. താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വറ്റൽമുളക് നമുക്ക് ചേർക്കാം. പപ്പായ നമ്മൾ കട്ട് ചെയ്തിട്ട് തോരനുണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തോരനുണ്ടാക്കുമ്പോഴായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു റെസിപ്പിയും കൂടി ഉണ്ട് പപ്പായ തോരൻ്റെ, അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, വറ്റൽമുളകും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും നിങ്ങൾ അരച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ചമുളകും ജീരകവും തേങ്ങയും ചേർത്ത് ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കുക. ഞാനിപ്പോൾ എളുപ്പത്തിലുള്ള തോരനായതുകൊണ്ടാണ് ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ തോരന് എത്രത്തോളം മഞ്ഞ കളർ വേണം എന്നുള്ളതനുസരിച്ച് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്. ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ. അപ്പോൾ ജീരകത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ തോരന് കിട്ടിക്കോളും. ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തോരന് ഒതുക്കിയെടുക്കുമ്പോൾ 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്തിട്ട് തേങ്ങ ഒതുക്കിയെടുക്കുക. ഒതുക്കിയാണ് എടുക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ ഇതുപോലെ റെഡിയാക്കി എടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഉടനെ തന്നെ നമ്മുടെ പപ്പായയും ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ കുഴഞ്ഞു പോവും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് ആവിയിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ പപ്പായ ഓവർ കുക്കായി വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ കുക്ക് ചെയ്യേണ്ട. ക്യാബേജൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ ഒരു 1/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ മതി കേട്ടോ. പപ്പായ തോരന് ഒരുപാട് ഓവറായിട്ട് കുക്ക് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് ഒന്ന് 1/4 ഭാഗം കുക്കായി വരുന്നതാണ്. ഇനി പപ്പായയിലുള്ള നനവ് കൊണ്ട് തന്നെ നമ്മുടെ തോരൻ റെഡിയായി വന്നോളും. നമുക്കിനി അടച്ചു വയ്ക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല, ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും എല്ലാം ഒരുമിച്ചാക്കി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കണം. ഇനി അതൊരു 3 മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഒരുമിച്ചാക്കിയിട്ട് അടച്ചു വയ്ക്കുക. അങ്ങനെ 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയി. ഒരുവിധം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പപ്പായയിലുള്ള നനവൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് പപ്പായ ഒന്ന് കടിച്ചു നോക്കുക.
കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കുക്കായിട്ടില്ലെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. കുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയുള്ള പപ്പായ തോരൻ്റെ പരിപാടി വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പപ്പായ അവൈലബിൾ ആണെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാക്കിക്കോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അല്ലാതെ വേറെ ഏത് രീതിയിലെങ്കിലൊക്കെ പപ്പായ തോരൻ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കും കൂടി ഒന്ന് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കാറുള്ളത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.